തീർച്ചയായും കിഴക്കൻ മലയോര മേഖലയിൽ മഴ വലിയ പ്രശ്നമുണ്ടാക്കാറുണ്ട്. ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം. ഇപ്പോൾ സനോജ് കൂടി ചേരുന്നു കോട്ടയത്ത് നിന്ന്. സനോജ്, കോട്ടയത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഷമി, കോട്ടയത്ത് 25, 26, 27 തീയതികളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിശക്തമായ മഴ ഈ 3 ദിവസങ്ങളിൽ ജില്ലയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. അതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നലെയും ഇന്നും കാര്യമായ മഴ ജില്ലയിൽ ഒരിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ ചാറ്റൽ മഴ മാത്രമാണ് രാത്രിയിലും പുലർച്ചെയും അനുഭവപ്പെട്ടത്. മറ്റ് മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ ഇന്നലെ വൈകുന്നേരമുണ്ടായ അതിശക്തമായ കാറ്റിൽ, പിന്നീട് പുലർച്ചെ ഉണ്ടായ കാറ്റിലും ചില മേഖലകളിൽ മരം കടപുഴകി വീണിട്ടുണ്ട്. അതിൽ പ്രധാനമായും പുലർച്ചെ ഉണ്ടായ ശക്തമായ കാറ്റിൽ കോട്ടയം തലനാട് വെള്ളാനി ഗവൺമെൻറ് LP സ്കൂളിൻ്റെ മേൽക്കൂര തകർന്നിട്ടുണ്ട്. കെട്ടിടത്തിലുണ്ടായിരുന്ന കുട്ടികളുടെ പഠനോപകരണങ്ങളടക്കം നശിച്ചിട്ടുണ്ട്. പ്രദേശത്തെ നിരവധി വൈദ്യുതി പോസ്റ്റുകളും നിലം പതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മരം കടപുഴകി വീണതിൻ്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി പോസ്റ്റുകൾക്കും നാശം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഈരാറ്റുപേട്ടയിൽ വീടിന് മുകളിലേക്ക് മരം വീണ് ഒരാളുടെ വീട് തകർന്നിട്ടുണ്ട്. കടുവാമുഴി അമ്പലത്തിനാൽ ഷിഗാവിൻ്റെ വീടാണ് മരം വീണ് തകർന്നിട്ടുള്ളത്. അതായത് ഈ കിഴക്കൻ മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് മീനച്ചിൽ, കാഞ്ഞിരപ്പള്ളി പോലെയുള്ള താലൂക്കുകളിൽ ശക്തമായ കാറ്റ് മഴയോടനുബന്ധിച്ചുണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളത്. മഴ പൊതുവെ കുറവാണ്. വരും മണിക്കൂറിൽ മഴ ശക്തി പ്രാപിക്കാനുള്ള ഒരു സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഷമി, തീർച്ചയായും സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇന്നലെ വൈകിട്ട് മുതൽ വലിയ മഴയാണ് പല ജില്ലകളിലും അനുഭവപ്പെട്ടത്. തിരുവനന്തപുരം ജില്ലയിൽ അതിശക്തമായ കാറ്റും മഴയുമായിരുന്നു. പല ഭാഗങ്ങളിലും, നഗരത്തിലടക്കം പല ഭാഗങ്ങളിലും മരം വീഴുന്ന ഒരവസ്ഥയാണ്. പ്രസ് ക്ലബ് റോഡ്, വെള്ളയമ്പലം അടക്കമുള്ള ഭാഗങ്ങളിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം. അതുപോലെ തന്നെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ, മത്സ്യ തീരദേശ മേഖലയിൽ താമസിക്കുന്നവരൊക്കെ തന്നെ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ്. 27-ാം തീയതി വരെ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇത്തവണ കാലവർഷം നേരത്തെ എത്തും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന അറിയിപ്പ്.